ഇന്നെന്റെ വിരൽ തുമ്പ് കൊണ്ട് വീട്ടിന്റെ ഷെയർ വാങ്ങാൻ പോകണം. വേറൊന്നുമല്ല, റേഷൻ കടയിലോട്ടാണ് പോണത്. 2-3 ദിവസം കൊണ്ട് പറയണമെങ്കിൽ മടിയാറിന് ഞാൻ പോയില്ല. ഇന്നും കൂടി പോയില്ലെങ്കിൽ നാളെ തൊട്ട് പട്ടിണിക്കിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ തന്നെ റേഷൻ കടയിൽ നീറ്റ് പോണത്. രാവിലെ തന്നെ ചേട്ടൻ ബൈക്ക് എടുത്തോണ്ട് പോയിട്ട് നടരാജനിലാണ് ഇന്നത്തെ പോക്ക്. ഇതെല്ലാം കൂടി മേടിച്ച് തിരിച്ചെങ്ങനെ കൊണ്ടുവരുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് നടപ്പ്. കൂട്ടുകാരനെ എവിടെയോ നോക്കിയപ്പോ അവൻ ജോലിക്ക് പോയി. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ റേഷൻ കടയിൽ ഗൂഗിൾ പേ ഇല്ല. ഇനിയിപ്പോ അടുത്തുള്ള കടയിൽ പോയി ഗൂഗിൾ പേ അയച്ചു കൊടുത്ത് പൈസ വാങ്ങണം. മാമന്റെ കടയിൽ കയറി കഴിഞ്ഞ ഒരു ചായ നിർബന്ധമാണ്. അങ്ങനെ ചായയും കുടിച്ച് പത്രവും വായിച്ച് അവിടെ ഇരുന്ന മാമന്മാരുടെ അടുത്തും മാമിയുടെ അടുത്ത് കാര്യവും പറഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് റേഷൻ കട എത്തി. അങ്ങനെ ചേച്ചിയുടെ ഓതന്റിക്കേഷനൊക്കെ കഴിഞ്ഞ് 3 തരത്തിലുള്ള അരിയും വന്ന് 3 കിലോ ആട്ടമാവും കിട്ടി. ഒരാഴ്ച ഇനി വീട്ടിൽ പുട്ടായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഒരു കുടുംബത്തിലെ മൊത്തം ഭാരം ഈ ചുമരിലേറ്റിയാണ് ഈ നടപ്പ്. 10-15 കിലോ തോളിലിരിക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. പകുതി എത്തിയപ്പോഴേ ഞാൻ തറയിൽ വെച്ച്. അങ്ങനെ ബാഹുബലിയിൽ പ്രവാസ ശിവലിംഗം തൂക്കി പറഞ്ഞ കണക്ക് ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം എന്റെ ചുമരിലേറ്റ് ഞാൻ വീടെത്തിയിട്ടുണ്ട്. അപ്പൊ കേരള സർക്കാർ